ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേലുവിനെ കാണിക്കുകയാണ്. അപ്പോൾ വേലു നല്ല സുന്ദരനായിട്ട് നല്ല ഒരുങ്ങി ഇങ്ങോട്ട് വരികയാണ്. മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഒരു മണവാളനം പോലെ ഒരുങ്ങി വരുന്നത്. അപ്പോൾ അമലുവിൻ്റെ അടുത്തേക്കാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ വേലുവേട്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എങ്ങനെയുണ്ട് അമലു, കൊള്ളാവോ? എനിക്കിത് ചേരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു കോമാളിയെ പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ ഇല്ല, നല്ല രസമുണ്ട് വേലുവേട്ട, നല്ല സുന്ദരനായിട്ടുണ്ട്, ഇപ്പൊ കാണാനേ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേലുവിനുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പാടുള്ള സന്തോഷം തന്നെയാണ്. അതെ, എനിക്കിത് കിരൺ സാറ് മേടിച്ചു തന്നതാ. എനിക്കറിയായിരുന്നു, എനിക്കും മേടിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അമലു, നീ എന്താ അത് ഇടാത്തത്? അതൊക്കെ ഇട്, നമുക്ക് കല്യാണത്തിന് അടിച്ചു പൊളിക്കണ്ടേ? നമുക്ക് നന്നായിട്ട് തന്നെ ഒരുങ്ങി നിൽക്കണം അമലു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമലിനോ ചെറിയൊരു ടെൻഷൻ വരികയാണ്. അതല്ല, അവനില്ലേ ആ പുലി ഇറങ്ങോ കല്യാണ സമയത്ത്? അപ്പോഴേക്കും അരിയിരുന്നേച്ച ഒരു കത്തി നമ്മുടെ വേലു വലിച്ചൂരി എടുത്തിട്ട് ഇറങ്ങട്ടെ, ആ പുലി ഇറങ്ങട്ടെ, ആ പുലിയുടെ ശരീരത്ത് ഒരു മുറിവ് പോലും ഇല്ലാത്ത വിധം ഞാൻ കുത്തി നശിപ്പിക്കും, അല്ലാതെ അവന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ വേലു പറയാണ്. നമ്മുടെ കുടുംബം മുഴുവനും തകർത്ത് കാട്ടിൽ വന്ന് അഭ്യാസം കാണിച്ചവനാണ് അവൻ. അവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പോഴേക്കും നമ്മുടെ അമലു ആണെങ്കിൽ, അതെ, എനിക്ക് എൻ്റെ കൈകളിൽ കിടന്നാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ഇപ്പോഴും ഞാൻ ആ കാര്യങ്ങൾ ആലോചിക്കുന്നു. ആ നിമിഷം അവൻ്റെ വായിന്ന് വന്ന ആ സംസാരമില്ലേ, അത്രയും ദിവസങ്ങൾ നമ്മളുടെ മുന്നിൽ അവനൊരു ഊമയായിട്ട് കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് അവൻ്റെ വായിന്ന് വന്ന ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മറക്കാനായിട്ട് പറ്റുന്നില്ല വേലുവേട്ട. അവനെ തീർക്കണം, അതും ഇപ്പം എൻ്റെ മനസ്സിലെ വൈരാഗ്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേ അമലു, അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ മൂപ്പനെ കൊന്നവനെ ഞാൻ തകർക്കും, ഞാൻ അവനെ കൊല്ലും, കുത്തി മലർത്തും എന്നൊക്കെ വേലു ഭയങ്കര വാശിയോടും വീറുകോടും കൂടി തന്നെ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിലീപിൻ്റെ വീടാണ്. അപ്പോൾ ദിലീപിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. ഏതായാലും കല്യാണ സമയം ആയല്ലോ. ദിലീപ് ഈ കല്യാണം വേണമെന്ന് വാശി പിടിച്ചത് കൊണ്ടാണല്ലോ ഈ കല്യാണം ഇപ്പം നടക്കാനായിട്ട് പോകുന്നത്. അവന് ഭയങ്കര കോൺഫിഡൻസാ, അവന് ഒരു പേടിയില്ല, അവൻ നല്ല ചുണക്കുട്ടനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ. അതൊക്കെ അത് തന്നെ, അവൻ ഭയങ്കര ചുണക്കുട്ടൻ തന്നെയാണ്. ഞങ്ങളൊക്കെ എത്ര പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. അവൻ ഇന്നലെ ദേ നല്ല ആടിച്ച് ഫിറ്റായി അച്ഛനും കൂടെ ചേർന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ മക്കളെ ഇതൊക്കെ സമ്മതിക്കണം. കാരണം കാരണന്മാരുടെ കൂടെ ഇരുന്നല്ലേ കുടിയും വലിയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെയാണ്. കാലം പോയ പോക്കേ, അതെ, കാലം പോയതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ എന്നൊക്കെ പറയാം. അത് ശരിയാ, കാലം പോയതിനനുസരിച്ച് നമ്മൾ മാറുക തന്നെ ചെയ്യണം എന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ, അച്ഛൻ നല്ല ഉറക്കമാണ് അവൻ്റെ. ഇതുവരെ എണീറ്റിട്ടില്ല. മക്കളെക്കാളും ഉറക്കമാണ് അച്ഛൻ. ഞാൻ എന്നാ പോയി വിളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാണ്. ഈ സമയം തന്നെ നല്ല ദിലീപിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി, നല്ല കുട്ടപ്പനെ പോലെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എടാ, എങ്ങനെ ഉണ്ടോ കാണാനായിട്ട്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ പെണ്ണിനെ ഇന്ന് സ്വന്തമാക്കാനായിട്ട് പോവല്ലേ നീ? അതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെ അല്ലേടാ മോനെ ദിലീപേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു ത്രില്ലൊക്കെ തന്നെയാണ്. പല ഇതുകളും നടന്നാണല്ലോ. പിന്നെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഗംഗാപ്രസാദ്. അവനെല്ലാം വെല്ലുവിളിച്ച് എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടാൻ പോവാണ്. അതിനി അവനറിയും. അവൻ ആ കല്യാണ പന്തലിൽ വെച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞങ്ങളുടെ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ തന്നെ വേണോടാ, നിന്റെ ധൈര്യം സമ്മതിച്ചു. പിന്നെ പെണ്ണിനെ സ്വന്തമാക്കണമെങ്കിൽ ധൈര്യമൊക്കെ വേണ്ടേ? എന്ന് വാ എടാ, ഇത്രയും മതി ഒരുങ്ങിയത്, ഇനിയും ടച്ചപ്പ് ചെയ്ത് തരാടാ. നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണും അത് നല്ല സുന്ദരിയായിട്ട് തന്നെയായിരിക്കും. അല്ല, ഒരുങ്ങേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആ പെൺകുട്ടി സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. സമയം തന്നെ അമ്മയാണെങ്കിൽ അച്ഛനെ വിളിക്കാനായിട്ട് ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. കൊള്ളാം, നിങ്ങൾ നല്ല മനുഷ്യനാട്ടോ, ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ലേ? ഇപ്പോഴും നല്ല ഉറക്കമാണോ? ഒന്ന് എണീറ്റുണ്ടേന്നേ, ഇതെന്തൊരു ഉറക്കോ? ദേ, മകൻ്റെ കല്യാണമാണ് ഇന്നെന്ന് നിങ്ങൾക്കുള്ള ഒരു വിചാരമില്ലേ? ഒന്ന് എണീക്കും മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. തട്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എണീക്കുന്നില്ല. ചേട്ടാ 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 എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്. അങ്ങനെ അപ്പം ഇടതിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും ചേട്ടൻ ദേ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയാണെങ്കിൽ കിടന്ന് കാറല്, അയ്യോ ഓടി വരണേ മോനെ ദിലീപേ, ഓടി വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും കാർത്തികയൊക്കെയാണ്. അപ്പോൾ കാർത്തികയെ നല്ല അടിപൊളിയൊക്കെ ഒരുക്കിയല്ലോ, കണ്ടോ? ഇപ്പോൾ കല്യാണി എത്ര സുന്ദരിയായിട്ടാണ് മോളെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മുത്തശ്ശി,
ഞാനേ ചേച്ചിയെ ഒരുക്കി, പക്ഷേ ചേച്ചി കാണാൻ സുന്ദരി തന്നെയാണ്, എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ഇവരിങ്ങനെ പറയാ. അപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ പറയണം, അയ്യോയ്യോ എടുക്കല്ലേ, ഞാനും കൂടി നിൽക്കട്ടെ, എന്നെയും കൂടി എടുക്കുന്നേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും വരണ്ടേ. ശരി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഇവര് സെൽഫി എടുക്കുകയാണ്. സെൽഫി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതെ കാർത്തിക മോളെ, ഇപ്പം നിന്നെ കാണാനേ ഇവരെക്കാലം ചെറുപ്പമായിട്ടുണ്ട്. ഇപ്പം ഇവരുടെ അനിയത്തിയാണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ കാദംബരി ആണെങ്കിൽ അല്ലെങ്കിലും ചേച്ചി ഇപ്പോൾ കുറച്ച് അനിയത്തിമാരെ പോലെ ഇരിക്കട്ടേന്നേ. ചേച്ചിയുടെ കല്യാണം ഇപ്പോഴല്ലേ നടന്നത്, ഞങ്ങളുടെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ചേച്ചി ഇപ്പം ഞങ്ങളുടെ അനിയത്തിയാണ്, അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാം. അല്ലെങ്കിലും ചേച്ചിയെ കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നിക്കൂല, ഞങ്ങളുടെയൊക്കെ പ്രായം ചേച്ചിക്കും തോന്നിക്കുള്ളൂ, അതുകൊണ്ട് ചേച്ചി വലിയ മുതുക്കിയാവാനൊന്നും ശ്രമിക്കണ്ടേ എന്നിങ്ങനെ സംസാരിക്കാം. അപ്പൊ മുത്തശ്ശിയാണല്ലോ, എന്നാലും അവന്റെ ആ ഗംഗാപ്രസാദേ അവനെയാണ് സൂക്ഷിക്കേണ്ടത്. അവനെ തകർത്ത് വാരണം. അവനേന്ന് ആർക്കും പേടിയില്ല മുത്തശ്ശി, അവൻ വരട്ടേന്നേ, രണ്ടും കൽപ്പിച്ചല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് ആരെയും പേടിയില്ല. അതെ ഈ സദ്യയൊക്കെ കഴിയാൻ നേരത്തെ എൻ്റെ വൃദ്ധസാധനത്തിനുള്ളവർക്കും കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണേ. അത് പിന്നെ കൊടുക്കാതിരിക്കോ മുത്തശ്ശി? ഞങ്ങൾ അവരെ വിളിക്കാത്തത് എന്താണെന്നറിയാവോ? ഇപ്പം തന്നെ കല്യാണത്തിൽ കുറേ പ്രശ്നങ്ങളാണ്, ഒരു അപകടം വരാൻ പോകുന്നു നമുക്കറിയാം. ആ സ്ഥിതിക്ക് അവരെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. എന്തിനാ നമ്മളായിട്ട് അവർക്കും കൂടി അപകടം വരുത്തി വെക്കുന്നത്? അതുകൊണ്ടാണ് മുത്തശ്ശി അവരെ വിളിക്കാതിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാന്നേ, അതിനെക്കുറിച്ചൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാ. അങ്ങനെ മരണ വീട് കാണിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ മരിച്ചെടുക്കുകയാണ്. ദിലീപിൻ്റെ കൂട്ടുകാരൊക്കെ ഓടി വരികയാണ്. അപ്പോൾ ദിലീപ് ഇങ്ങനെ നോക്കുകയാണ്, അച്ഛാന്നും പറഞ്ഞിട്ട് വിളിക്കുകയും ചെയ്യണം. പക്ഷെ അച്ഛനാണെങ്കിൽ കണ്ണു തുറക്കുന്നില്ല. അപ്പോൾ ദിലീപ് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ പൾസ് കിട്ടുന്നില്ലല്ലോ, എടാ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം, ദൈവമേ എൻ്റെ അച്ഛന് എന്ത് സംഭവിച്ചു അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാർച്ച. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിലേക്ക് ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് ഓടിപ്പോവുക. ഈ സമയം തന്നെ ഗംഗാപ്രസാദ് പുറത്തു നിന്ന് ഭയങ്കര പൊട്ടിച്ചിരിയാണ്. അട്ടഹസിച്ച് തൻ്റെ ലക്ഷ്യങ്ങൾ നേടി എന്നുള്ളൊരു രീതിയിലാണ് ഗംഗാപ്രസാദ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പം ഏതായാലും അവനെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചത്, അവനെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ കട്ടിലിൻ്റെ അടി കയറി കിടന്നത്. പക്ഷേ അവൻ്റെ അച്ഛനെ തീർത്തിട്ടാണ് ഞാൻ വന്നത്. അച്ഛൻ തീർന്നാലും കല്യാണം നടക്കില്ലല്ലോ. അച്ഛൻ മരിച്ചെടുക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ പോയി താലി കെട്ടോ? ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തിയായി, അവൻ്റെ അച്ഛനെങ്കിലും കൊല്ലാൻ സാധിച്ചല്ലോ. എന്നാലും നീ കട്ടിലിൻ്റെ അടി കിടന്നപ്പോഴേ ഞങ്ങൾക്കാകെ ടെൻഷനായിരുന്നു, വല്ല പിടിച്ചു പോയാലൊന്നും. ഞാൻ കട്ടിലിൻ്റെ അടി കയറി കിടക്കുമ്പോഴേ ദിലീപിന് അവളുടെ കോള് വന്നായിരുന്നു. അവനെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, ഈ കല്യാണം നടക്കും, നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും, ഒരുത്തനെ എനിക്ക് പേടിയില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഓവർ കോൺഫിഡൻസ്. പക്ഷേ അതൊക്കെ ഞാൻ തകിടം മറിച്ചില്ലേ. അച്ഛനെ കൊന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാൾ നേരത്തെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണെന്നൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അറ്റാക്ക് വന്ന് ചത്തതാണെന്നേ വിചാരിക്കുള്ളൂ എന്നിങ്ങനെ ഗംഗാപ്രസാദ് പറയാണ്. കാർത്തിക അവളെ കല്യാണം മുടങ്ങണം, ഇനി കല്യാണം മുടങ്ങും, അത് കഴിഞ്ഞിട്ട് വേണം അവരെ കുടുംബത്തോടെ തീർക്കാനായിട്ട്. അവൾ അങ്ങനെ ഒരു നല്ല ജീവിതം ജീവിക്കണ്ട, എനിക്കതിനോട് യാതൊരു താല്പര്യമില്ല എന്ന് പറയുകയാണ് ഈ ഗംഗാപ്രസാദ്. അങ്ങനെ പിന്നീട് നമ്മുടെ കല്യാണിയുടെ വീട് കാണിക്കുകയാണ്. അപ്പോൾ കല്യാണി കൂട്ടരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ കാർത്തിയെല്ലാം ഒരുങ്ങി നല്ല മിടുക്കരായിട്ടിരിക്കണം. വേലുവും അതേപോലെ തന്നെ ഒരുങ്ങി. ഇനി അറിയാനുള്ളത് നമ്മുടെ അമലു എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ കല്യാണിയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കണം. മോളെ കല്യാണി, നീ ഏതായാലും നല്ലോണം ഒരുക്കിയിട്ടോ കാർത്തികയെ, അതെനിക്ക് വളരെയേറെ സന്തോഷമായി. ഇത്രയും നന്നായിട്ട് ഒരുക്കുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ വേലു വരുന്നു. വേലുവിൻ്റെ ആ വേഷവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ വേലുവിന് ഒരുക്കിയത് കിരണാണ്. അപ്പോൾ കിരണാണെങ്കിൽ ഞാനൊരു സെൽഫി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. സെൽഫി എടുക്കാനോ? അങ്ങനെ സെൽഫി എടുക്കുക. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ വേലുവിനെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഈരി കൊടുക്കുകയാണ്. അയ്യോ സാറേ വേണ്ട സാറേ, സാറാണോ എൻ്റെ മുടി ഇരുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെ എന്താ കുഴപ്പം? ഞാൻ നിന്റെ മുടിയിരുന്ന് വിചാരിച്ച് എല്ലാം സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടോ? നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. മറ്റേ വേഷം ഇടണ്ട, നീ കാട്ടിലെ രാജാവല്ലേടാ. രാജാവോ? കാട്ടിലെ രാജാവ്. എടാ നീ മൂപ്പൻ്റെ മോളെ കെട്ടാൻ പോവല്ലേ, അപ്പോൾ മൂപ്പന് പകരം നീയല്ലേ ഇനി വരാനായിട്ട് പോകുന്നത്? എനിക്ക് മൂപ്പൻ്റെ പകരമൊന്നും ആകണ്ട സാറേ, എൻ്റെ മൂപ്പൻ പോയതിൽ ഞാൻ വളരെയേറെ ദുഃഖിതനാണ് സാറേ എന്നൊക്കെ പറയാം. നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ടടാ.
എങ്ങനെയൊന്നും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നില്ല, ഇനി ഒരുത്തനും ആ കാട്ടിലേക്ക് കയറി വിളയാടില്ല എന്നൊക്കെ പറയാ. അങ്ങനെ കല്യാണിയും അതേപോലെ തന്നെ കിരണും കൂടി അതെ ഇനി നിന്റെ പെണ്ണിനെ കാണണ്ടേ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ബാക്കിയുള്ളവരും കൂടി നമ്മുടെ കാണാൻ അമലുവിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പം അമലു ആണെങ്കിൽ എല്ലാവരെക്കാളും സുന്ദരിയായിട്ടിരിക്കുന്നത്, നല്ല അടിപൊളി വേഷമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. ആഹാ, ഇത് ആരെയൊക്കെ ആയിരുന്നു കാണുന്നത്? അമലുവിനെയോ? നല്ല അടിപൊളി സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് കല്യാണി ചേച്ചി തന്നെ ഒരുക്കി തന്നത്. കല്യാണിയെ ഒരുക്കാനായിട്ട് മിടിക്കുക, അവളുടെ മനസ്സ് പോലെ തന്നെ ആരെയും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരിയായിരിക്കും. ദേ കാർത്തിക മോളെ ഒരുക്കി നിന്നെ ഒരുക്കി. അപ്പം കല്യാണി പറയാ ഞാൻ ഏതായാലും നിനക്ക് കുറച്ച് മുല്ലപ്പും കൂടി വെച്ച് തരാം. അങ്ങനെ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ്. ആഹാ, ഇപ്പം എന്ത് സുന്ദരിയായിട്ടുണ്ട്. ഇനിയേ എല്ലാ സങ്കടങ്ങളും മറന്ന് ദേ കല്യാണത്തിന് അടിപൊളിയായിട്ട് കൂടണം കേട്ടോ എന്ന രീതിയിൽ പറയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ മുത്തശ്ശി ഇനി ഇവർ തമ്മിൽ സംസാരിക്കട്ടെ, വേലു സംസാരിക്കട്ടെ. അപ്പോൾ വേലു അമലുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. അയ്യോ നല്ല സുന്ദരിയായിട്ടുണ്ട്, എനിക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് വേലു പറയാണ്. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും വേലുവും അതേപോലെ തന്നെ അമലയും കൂടി സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് വേലുവേട്ടാ, എന്നെ കാണാൻ ഇപ്പം നല്ലതാണോ? പിന്നെ അല്ലാതെ കാണാൻ നല്ലതാണോന്നോ? നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്, നമുക്കേ ഒരു സെൽഫി എടുത്താലോ എന്ന് പറയാ. അങ്ങനെ ഒരു സെൽഫി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.